ഹലോ ഗൈസ്, മഴക്കാലമായി കഴിഞ്ഞാൽ അച്ഛൻ്റെ വാഴയിൽ പോകുക എന്നുള്ളത് ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പാടത്തൂടെ നടന്നിട്ട് വേണം നമ്മൾ വാഴത്തോട്ടത്തിലെത്താനായിട്ട്. കണ്ടോ, ഈ കവുങ്ങുംതോപ്പൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. വാഴ അതുപോലെ തന്നെ വെള്ളം കയറി കിടക്കുകയാണ്. തോടും തോട്ടുവരമ്പും തോടൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് പോകുന്നത്. തോട്ടുവരമ്പത്തിൽ കൂടെ വാഴയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് രണ്ടും തോടും കരയും എല്ലാം കൂടി ഒന്നായിട്ട് കാണാം. ഇത് അവിടെ എത്തുമ്പോഴേക്കും എന്തേ വാഴയിൽ മുഴുവൻ വെള്ളം വന്നിട്ടുണ്ട്. ചെറിയ വാഴകളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളൂ, വളർന്നു വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും വെള്ളം കയറിയിട്ടുണ്ട്. വെട്ടാറായ കൊല ഉള്ള വാഴയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊരു 50 സെൻറ്റോളം അടുത്തുണ്ടാവും ഈ ഒരു പ്ലേസ്. ഇതിൽ മുഴുവൻ വെള്ളം കയറിയിട്ട് തോടും വാഴത്തോട്ടം രണ്ടും കൂടി മിക്സായി കിടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നിക്ക് നടക്കാനും പറ്റില്ല. ഇതൊക്കെ തന്നെയായിരിക്കും മിക്ക കൃഷിക്കാരുടെയും അവസ്ഥ. ഈ ഒരു മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ വാഴക്കൃഷി ചെയ്യുന്നവർക്കൊക്കെ ദുരിതം ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഇതിന് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ വിളിച്ച് പറഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ധനസഹായം മാത്രമേ ഇതുപോലുള്ള കൃഷികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഇപ്പോൾ ഇതിന് നമ്മളിത് വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്.